ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് നമ്മുടെ മാത്സ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻസിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ലിമിറ്റ്സ് ഓഫ് എ ഫങ്ഷൻ. ആ ചാപ്റ്ററിൽ നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ലിമിറ്റ്സ് എന്താണെന്ന് ചെക്ക് ചെയ്തു. ലിമിറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്, ആ റെപ്രസെൻറ്റേഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, ലിമിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്തത്. സോ ഇന്ന് ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ ക്ലാസ്സിലോട്ട് ഡയറക്റ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ക്ലാസ്സിലെ ഫങ്ഷൻസിലും ലിമിറ്റ്സിലും കുറച്ച് പേർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് ഫങ്ഷൻസും ലിമിറ്റ്സും ബ്രീഫായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സോ ബേസിക് ആയതുകൊണ്ടും ഈ ലിമിറ്റ്സും ഫങ്ഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസിനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് y = f(x) എന്നുള്ള രീതിയിലാണ്. അതായത് f(x). ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻ്റെ നെയിമാണ്. എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ, ആ ഫങ്ഷനിലോട്ടുള്ള ഇൻപുട്ടാണ് എക്സ്. ഇനി എഫ് എന്ന് മാത്രമല്ല ഫങ്ഷൻ്റെ നെയിം ഉണ്ടായിരിക്കാം. ജി എന്നൊരു നെയിമും ഉണ്ടാവാം, എച്ച് എന്നുണ്ടായിരിക്കാം, സെഡ് എന്നോ ആർ എന്നോ, അങ്ങനെ ഫങ്ഷന് ഡിഫറെൻറ്റ് ഓഫ് നെയിംസ് കൊടുക്കാം. സപ്പോസ് എച്ച് ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഫങ്ഷൻ്റെ നെയിം എച്ച് ആണ്, അതിനകത്തോട്ടുള്ള ഇൻപുട്ട്, ഫങ്ഷനിലോട്ടുള്ള ഇൻപുട്ട് എക്സ് ആണ്. ഓക്കെ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? ജി എന്നത് ഫങ്ഷൻ്റെ നെയിമാണ്, ഈ ബ്രാക്കറ്റിനകത്തുള്ള എലമെൻറ്റ്, ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞത് ഇൻപുട്ടായിരിക്കും. ഇനി എക്സ് മാത്രമല്ല ഇൻപുട്ടാവുക, ചില കേസുകളിൽ വൈയും ഇൻപുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫങ്ഷനെ എന്ത് പറയും? എഫ് ഓഫ് വൈ എന്ന് പറയും. സോ ഫങ്ഷൻ്റെ നെയിം ഇവിടെ എന്തായിരിക്കും? എഫ് എന്നായിരിക്കും. ആൻഡ് ഇൻപുട്ട് എന്തായിരിക്കും? വൈ ആയിരിക്കും. വേണമെങ്കിൽ ആർ ഓഫ് വൈ എന്നും പറയാം. ആർ എന്താണ്? ആർ ഒരു ഫങ്ഷൻ്റെ നെയിമാണ്, വൈ എന്ന് പറഞ്ഞത് ആ ഫങ്ഷനിലോട്ടുള്ള ഇൻപുട്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെ കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഫങ്ഷൻസ് എഫ് ഓഫ് എക്സുകളാണ്. സോ ഇവിടെ ഫങ്ഷൻ്റെ നെയിം എന്താണ്? എഫ് ആണ്. ഇൻപുട്ട് എന്താണ്? എക്സ് ആണ്. സോ ഇനി ഈ ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫങ്ഷൻ എപ്പോഴും ഒരു മെഷീനിനെ പോലെയാണ് വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് സപ്പോസ് ഇതാണ് നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ അടങ്ങിയിട്ടുള്ള മെഷീൻ. ഇതിനകത്തോട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് ആരെ കൊടുക്കും? എക്സിനെ കൊടുക്കും. ഈ എക്സിൻ്റെ മുകളിൽ എഫ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഓർ വൈ. സോ എന്താണ് ഫങ്ഷൻ? ഫങ്ഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ മെഷീൻ. സോ ആ ഫങ്ഷൻ എഫ് ആണെന്ന് വിചാരിക്കുക. ഈ മെഷീനകത്തോട്ട് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന എലമെൻ്റാണ് എക്സ്. സോ ആ എക്സിൻ്റെ മുകളിൽ ഫങ്ഷൻ ആക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടായിരിക്കും എഫ് ഓഫ് എക്സ് ഓർ വൈ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് = 2x എന്നുള്ള എക്സാമ്പിൾ എടുക്കാം. സോ ഇവിടെ ഫങ്ഷൻ്റെ നെയിം എന്താണ്? എഫ് തന്നെയാണ്. ആൻഡ് ഇൻപുട്ട് എക്സ് ആണ്. സോ നമ്മൾ ഫങ്ഷന് എക്സ് എന്നുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഫങ്ഷനിൽ എക്സ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എഫ് ഓഫ് എക്സ് = 2x. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് എക്സിന് നമുക്ക് വാല്യൂസ് മാറ്റി മാറ്റി കൊടുക്കാം. സപ്പോസ് എക്സിന് 1 എന്ന വാല്യൂ കൊടുത്തു, എക്സ് = 1 കൊടുത്തു. എക്സ് ഫങ്ഷൻ്റെ ഉള്ളിലോട്ട് പോയി, ദാറ്റ് മീൻസ് 1 ഫങ്ഷൻ്റെ ഉള്ളിലോട്ട് പോയി. ഫങ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് = 2x ആണ്. സോ എന്തായിട്ട് മാറും? 2 × എക്സ് ഇവിടെ 1 ആണ്. സോ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷനെ നമ്മളൊരു മെഷീനായിട്ട് വിചാരിക്കുന്നു.
ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിളിന് 2x എടുത്തു. സോ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. സപ്പോസ് എക്സ് ഈക്വൽ ടു 2. സോ എഫ് എക്സിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 2x ആണ്. സോ 2 × 2. സോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും 4. ഈ 4നെ നമ്മൾ എന്ത് പറയും? y എന്ന് പറയും. സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴും എക്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിളാണ് 2x. 2x മാത്രമല്ല ഫങ്ഷൻസ് ആയിരിക്കുക, വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എക്സിൻ്റെ ടേമിലുള്ള ഏതൊരു ഇക്വേഷനെയും നമുക്ക് എന്ത് പറയാം? ഒരു ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഫങ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1. ഇവിടെ എന്താണ്? ഇൻപുട്ട് എഗെയിൻ എക്സ് ആണ്, ഔട്ട്പുട്ട് കിട്ടുക 3x + 1 ആയിരിക്കും. സോ എക്സ് എന്താണ്? നമ്മൾ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും ഈ ഒരു കേസിൽ ഔട്ട്പുട്ട് കിട്ടുക? 3 × x. 3x + 1 ആണ്. 3 × 1 + 1 ദാറ്റ് ഈസ് 4. ഇതിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഫങ്ഷൻസ് ഒരു ഫങ്ഷൻ മാത്രമല്ല, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. 3x + 1, x², mod x - 5, -3, x - 3 divided by x² + 4, cube root of 2x + 9, 6/x, tan x, cos 2x. ഇതിൻ്റെയൊക്കെ പുറമെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. x² + 2x + 3. ഇങ്ങനെ എക്സ് ഇൻക്ലൂഡഡ് ആകുന്ന ഏതൊരു ഇക്വേഷനെയും നമുക്ക് എന്ത് പറയാം? ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫങ്ഷനെ എങ്ങനെയാണ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത്. സോ നോർമലി നമ്മൾ ഏറ്റവും സിമ്പിളായ ഫങ്ഷൻ ഏതാണെന്ന് എടുത്തു? y = എഫ് ഓഫ് എക്സ്. സോ ഇവിടെ ഇൻപുട്ട് എന്താണ്? എക്സ് ആണ്. സോ എക്സ് ആക്സിസിലായിരിക്കും നമ്മൾ ഇൻപുട്ടുകളെ മാർക്ക് ചെയ്യുന്നത്. സോ എക്സിന് എന്തായിരിക്കും? 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. സോ എക്സിന് കറസ്പോണ്ട് ആയിട്ട് കിട്ടുന്ന എഫ് ഓഫ് 1, അതുപോലെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? y ആയിരിക്കും. y ആക്സിസിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യും. എന്നിട്ട് വരയ്ക്കുന്ന ഗ്രാഫാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക്കായ കാര്യങ്ങളാണ്. ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 1-2 ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഫംഗ്ഷനെ കുറിച്ച് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ലിമിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഫംഗ്ഷനെ ഇത്രയും ബ്രീഫായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ലിമിറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ ലിമിറ്റ്സ് ആർക്കാണ് അപ്ലൈ ചെയ്യുക? ലിമിറ്റ്സ് ഫങ്ഷൻസിനാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ലിമിറ്റ്സ് ഓഫ് എ ഫങ്ഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഫങ്ഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? y = എഫ് ഓഫ് എക്സ്. സോ ഇവിടെ y = എഫ് ഓഫ് എക്സിൽ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് എക്സ് ആണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് എക്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. സോ ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂ ഏതോ ഒരു നമ്പർ എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പോയിന്റിലാണ് നമ്മൾ ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ആ പോയിൻ്റാണ് നമ്മുടെ എ. സോ എന്താണ് ലിമിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻപുട്ടായ എക്സിൻ്റെ വാല്യൂ ഏതോ ഒരു നമ്പർ എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്? y = എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ എയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്? ലിമിറ്റ് x → a എഫ് ഓഫ് എക്സ്.
ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? എക്സിൻ്റെ വാല്യൂ എയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്താണ്? എക്സിൻ്റെ വാല്യൂ, അതായത് ഇൻപുട്ട് കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂ എ എന്ന് പറഞ്ഞ നമ്പറിനോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സോ ഇതാണ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ്. സോ ഇനി നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. സോ ഇപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ചില ടോപ്പിക്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ നോട്ടിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് എഴുതിയെടുക്കാം. അല്ല റിപ്പീറ്റേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുതലാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3x മൈനസ് 1. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ഫംഗ്ഷൻ? 3x മൈനസ് 1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 1 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഈ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ വാല്യൂ 1ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്താണ്? 3x മൈനസ് 1. 3x മൈനസ് 1 എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സോ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ 1ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 1ൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സോ എങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യം നമുക്ക് ക്വസ്റ്റ്യനെ എടുത്തെഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3x മൈനസ് 1. സോ എന്താണ്? എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 1ലോട്ടാണ്. സോ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 1ൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇതെന്താ എങ്ങനെയായിട്ട് മാറും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3xന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 3 ഇൻറ്റു 1. എന്തുകൊണ്ടാണ് 1 കൊടുത്തത്? കാരണം എക്സിൻ്റെ വാല്യൂ 1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് എഴുതും? 3 ഇൻറ്റു 1 മൈനസ് 1. സോ ആൻസർ എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3 ഇൻറ്റു 1 എന്തായിരിക്കും? 3 മൈനസ് 1. സോ ആൻസർ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3 മൈനസ് 1 ഈസ് 2. സോ ആൻസർ ഈസ് 2. സോ എങ്ങനെ കിട്ടിയെന്ന് ഒരു വട്ടം കൂടി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3x മൈനസ് 1. സോ ക്വസ്റ്റ്യൻ ഈസ് 3x മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? എപ്പോൾ? എക്സിൻ്റെ വാല്യൂ 1ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ. എക്സിൻ്റെ വാല്യൂ 1ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷനായിട്ടുള്ള 3x മൈനസ് 1ൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമ്മൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3x മൈനസ് 1. സോ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഏതാണ്? 3x മൈനസ് 1. ഈ ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കും? ആസ് എക്സ് 1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ എക്സിന് നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്തായിട്ട് മാറും? 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ഈസ് 1 മൈനസ് 1. സോ ആൻസർ ഈസ് 3 ഇൻറ്റു 1 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3 ഇൻറ്റു 1 എന്തായിട്ട് മാറും? 3 മൈനസ് 1. സോ ആൻസർ ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2. സോ ആൻസർ ഈസ് 2. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ
സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇവിടെ ഏതാണ്? എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി. എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി എന്നുള്ള ഫംഗ്ഷൻ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സോ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡി. എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സീറോയിലോട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷന് എക്സിന് 0 കൊടുക്കും. സോ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡിയിൽ എക്സിൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ആൻസർ എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ഇൻറ്റു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 0 പ്ലസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 എന്തായിട്ട് മാറും? 0 ആൻഡ് സി ഇൻറ്റു 0യും എന്തായിട്ട് മാറും? 0. സോ എന്തായിട്ട് മാറും ഈ ഒരു ഇക്വേഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ 0 പ്ലസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി 0 പ്ലസ് ബി എന്താണ്? ബി ആൻഡ് 0 പ്ലസ് ഡി ഈസ് ഡി. സോ ആൻസർ ഈസ് ബി ബൈ ഡി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിൻ്റെ വാല്യൂ 0ലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എക്സ് പ്ലസ് ഡിയുടെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫംഗ്ഷനിൽ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബിക്കോസ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? സീറോയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 0 പ്ലസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ ഇൻറ്റു 0 പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ 0 പ്ലസ് ഡി. ദാറ്റ് മീൻസ് ബി ബൈ ഡി. സോ ആൻസർ ഈസ് ബി ബൈ ഡി. ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിലും അതിന് മുമ്പത്തെ ഇയറുകളിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലിസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ബോർഡ് എക്സാമിന്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അപ്രോച്ച് ചെയ്യാം. മാത്രമല്ല മാത്സിലെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ചില ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുപാട് വട്ടം എഴുതി പഠിക്കുക. സ്വന്തമായിട്ട് ഒരു 2-3 തവണ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് വായിച്ചാലൊന്നും മാത്സ് കത്തില്ല. സോ അപ്പോൾ മാത്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിലെടുക്കുമ്പോൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ. സോ ഇതിനകത്തോട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ 2ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. സോ ഈ ഒരു ഫംഗ്ഷൻ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. സോ ഇവിടെ എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? എക്സ് ടെൻസ് ടു 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 2 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2. എഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ ഈസ് 4. സോ എന്തായിരിക്കും? 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2. സോ ആൻസർ എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 4 മൈനസ് 4 ഈസ് 0 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2. സോ ആൻസർ എന്താണ് കിട്ടിയത് നമുക്ക്? 0/0 ആണ്. പക്ഷെ മാത്സിൽ 0/0 എന്ന് പറഞ്ഞൊരു നമ്പർ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. 0/0യുടെ വാല്യൂ ഒരിക്കലും 1 അല്ല, അതുപോലെ 0യും അല്ല. 0/0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമുക്കൊരിക്കലും ഈ ലിമിറ്റിൻ്റെ വാല്യൂ 0/0 അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എക്സിസ്റ്റ് ചെയ്യാത്തൊരു നമ്പറിലോട്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ സാധ്യമാവില്ല. സോ ദാറ്റ് മീൻസ് നമ്മൾ ചെയ്ത ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഡയറക്റ്റായിട്ട് എക്സിന് വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു ലിമിറ്റിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റില്ല. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കേസിൽ ആപ്ലിക്കബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കാണാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു മെത്തേഡ് പറയാം. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൂടി ഇതിൻ്റെ താഴെ എഴുതണം. ഹെൻസ് വി കനോട്ട് ഫൈൻഡ് ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ത്രൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മീൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ എക്സ് 2 അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റൂല. സോ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് 0/0 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ഫംഗ്ഷനെ, അതായത് x² - x-2 സിംപ്ലിഫൈ ചെയ്യണം. ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ എന്താണ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഡയറക്റ്റായിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ശേഷം മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫാക്ടറൈസേഷൻ എന്നുള്ളത് നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലിമിറ്റ് x→2 x² - 4 ഡിവൈഡഡ് ബൈ x-2. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ 2 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യണം. സോ ആദ്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10th ക്ലാസ്സുകളിലൊക്കെ. a² - b² = a + b × a - b. സോ നിങ്ങൾ 10th-ലും 8th-ലോ 9th-ലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. a² - b² = a + b × a - b. സോ ഇവിടെ എന്താണ് നമുക്കുള്ളത്, x² - 4 ഡിവൈഡഡ് ബൈ x-2. സോ ഇതിൽ x² - 4 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2² ആണ്. സോ ദാറ്റ് ഈസ് x² - 2². സോ നമ്മുടെ ഈ a² - b² അതേ ഫോമിലോട്ട് വന്നു. എയുടെ സ്ഥാനത്ത് എന്താണ് വന്നത്, എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 2 ആണ്. സോ a + b × a - b എന്തായിട്ട് മാറും, ഇവിടെ a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സും b 2 ആണ്. സോ എന്തായിട്ട് മാറും, x² - 4 എന്തായിട്ട് മാറും, x² - 2², ദാറ്റ്സ് ഈക്വൽ ടു x + 2 × x - 2. സോ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഫോമിലോട്ട് വന്നത്, a² - b² = a + b × a - b. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിമിറ്റിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം, ലിമിറ്റ് x→2 x² - 4 പകരം നമുക്ക് എന്ത് കൊടുക്കാം, x + 2 × x - 2 ഡിവൈഡഡ് ബൈ x - 2. സോ ഇനി ഇവിടെ നമുക്ക് എന്താണ് കോമൺ ആയിട്ടുള്ളത്, x - 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുണ്ട്. സോ ഈ രണ്ട് ടേമും നമുക്ക് എന്ത് ചെയ്ത് കളയാം, സ്ട്രൈക്ക് ചെയ്ത് കളയാം. സോ x - 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, x + 2 മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് x → 2 x + 2.
സോ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ആൻസർ എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് 2 അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഫംഗ്ഷനിൽ എന്ത് അപ്ലൈ ചെയ്യും, 2 അപ്ലൈ ചെയ്യും. സോ 2 + 2 ദാറ്റ് മീൻസ് 4. സോ ഇവിടെ ഞാൻ 2 എന്നാണ് എഴുതിയത്, അത് ടൈപ്പിംഗ് എററാണ്. സോ ആൻസർ ഈസ് 4 ആണ്. ഓക്കെ, സോ ഒരു തവണയും കൂടി പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 x - 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, സോ ഇതിന് ഡയറക്റ്റ് എക്സിന് വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0/0 ഫോമിലാണ് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ മാത്സ്. സോ നമുക്ക് എന്താണ് ആ ഒരു മെത്തേഡിൽ, അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനെ ആദ്യം ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. അതിനുശേഷം എന്ത് അപ്ലൈ ചെയ്യും, ലിമിറ്റ് അപ്ലൈ ചെയ്യും. സോ എങ്ങനെയായിരിക്കും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക, x² - 4 സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്തുമായിട്ട് എഴുതാം, x + 2 × x - 2. സോ ഈ ലിമിറ്റിനെ എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x + 2 × x - 2 ഡിവൈഡഡ് ബൈ x - 2. സോ ഇതിൽ x - 2 സ്ട്രൈക്ക് ചെയ്ത് കളയാം. അതായത് കോമൺ ഫാക്ടർ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള x - 2നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. ബാക്കി ആര് മാത്രമേ ഉള്ളൂ, x + 2. സോ ഇതിനെങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x + 2. സോ എക്സ് 2 അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സിൻ്റെ വാല്യൂ. സോ 2 + 2 ദാറ്റ് മീൻസ് 4. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x² - 25 ഡിവൈഡഡ് ബൈ x - 5. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 അപ്രോച്ച് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലായ്പ്പോഴും പോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇതെന്തായിട്ട് മാറും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x², ദാറ്റ് മീൻസ് എക്സിന് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5² - 25 ഡിവൈഡഡ് ബൈ x - 5ന് പകരം എന്ത് എഴുതും, 5 - 5. ദാറ്റ് മീൻസ് 5² ഈസ് 25. സോ 25 - 25 ഡിവൈഡഡ് ബൈ 5 - 5. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 0 ഡിവൈഡഡ് ബൈ 0. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇവിടെയും ഡയറക്റ്റ് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ സിംപ്ലിഫൈ ചെയ്യും. സോ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്, ഇവിടെ ന്യൂമറേറ്ററിലെ ടേം x² - 25 ആണ്. സോ അതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം, x² - 5². 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ൻ്റെ സ്ക്വയർ ആണ്. സോ എഗെയിൻ ഇപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, a² - b². സോ a² - b² ഈസ് a + b × a - b. ദാറ്റ് മീൻസ് x² - 5² നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, x + 5 × x - 5. ബിക്കോസ് എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 5ഉം ആണ്. സോ ആ ഒരു രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x² - 5² നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം, x + 5 × x - 5. സോ ഈ കിട്ടിയ x² - 5² വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, ലിമിറ്റിൽ അപ്ലൈ ചെയ്യാണ്. സോ എന്താണ് കിട്ടുക നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x² - 25 ഡിവൈഡഡ് ബൈ x - 5 ഈക്വൽ ടു എന്തായിട്ട് മാറും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x² - 25ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, x + 5 × x - 5. സോ ഇവിടെ എന്തായിട്ട് മാറും, ലിമിറ്റ് x² - 25ന് പകരം x + 5 × x - 5 ഡിവൈഡഡ് ബൈ x - 5. നേരത്തെ പോലെ തന്നെ കോമൺ ആയിട്ട് ആരാണുള്ളത്, x - 5.
അത് രണ്ടും നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് പ്ലസ് 5. സോ എക്സ് 5ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 5. സോ ആൻസർ ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 5 ഈസ് 10. സോ ആൻസർ ഈസ് 10. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇതിൻ്റെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക. 2-3 തവണ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളിത് വൃത്തിയായിട്ട് പഠിക്കുള്ളൂ. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ച വീഡിയോസ് കാണുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നവർക്ക് വേണ്ടിയായിട്ട്, അതായത് നമ്മൾ 10th വരെ ബോർഡും ചോക്കും യൂസ് ചെയ്ത ക്ലാസ്സുകളാണ് കണ്ടത്. സോ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെയിം ടോപ്പിക്കാണ്, 2 ലിങ്ക് ഉണ്ടായിരിക്കും, ഈ ഒരു ക്ലാസ്സിൻ്റെയും ലാസ്റ്റ് ക്ലാസ്സിൻ്റെയും. സോ ആവശ്യമായിട്ടുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് വീഡിയോസ് കണ്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം.